ലാലീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ ഈ വാഴ നടുന്നത്. എൻ്റെ മകനാണ് ഇതെല്ലാം നട്ടു തന്നത്. അപ്പോൾ ഇത് ഒരു നല്ല വേനലായിരുന്നു. ഇഷ്ടംപോലെ ഞങ്ങൾ വെള്ളം കോരി ഒഴിക്കുകയും ഒക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനെ കിളിർപ്പിച്ച് കൊണ്ടുവന്നത്. ജനുവരിയിലാണെന്ന് പറയാൻ കാരണം ഞങ്ങൾ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനിത് അന്ന് വീഡിയോ എടുത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ന്യൂസിലാൻഡിലുള്ള എൻ്റെ മകൾക്ക് ഇവിടുത്തെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഞാനിതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് അവൾക്ക് അയച്ചു കൊടുക്കാനും പിന്നെ മോന് ഇവിടെ ഈ വാഴയെല്ലാം നട്ടു തന്നിട്ട് കാസർഗോഡ് കുറച്ച് ദിവസം ജോലി സംബന്ധമായി മാറി നിൽക്കേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട്, ഇത് എന്തായി വാഴ, കുരങ്ങ് കൊണ്ടുപോയോ? കാരണം കുരങ്ങിൻ്റെ ഭയങ്കര ശല്യമാണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവനെ ബോധ്യപ്പെടുത്താനായിട്ട് ഇത് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോഴിത് എനിക്ക് ഈ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ നട്ട് വന്ന വാഴ തൈയായിരുന്ന അവസ്ഥയൊന്ന് കാണാം. ഇത് എൻ്റെ പറമ്പിൽ ഞാൻ നട്ടുണ്ടായ കത്തിരിയാണ്. ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, മഴയെല്ലാം ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൃഷിയൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് വഴുതനയല്ല, കത്തിരി. ഇത് കണ്ടോ, ഈ വാഴയൊക്കെ കൊലയ്ക്കാറായി വരുന്നുണ്ട്. കൂട്ടത്തിൽ കൊലച്ച വാഴകളുണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്ത് ഞാൻ സൂക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 6-7 മാസം മുമ്പേ ഈ വാഴ വയ്ക്കുമ്പോൾ ഇതിന് ഒരു വാഴയുടെ ഒരു ഇല പോലും കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കുരങ്ങിൻ്റെ ശല്യമാണ്. അത് കാരണം ഈ വാഴ തൈയായിട്ട് വാഴയുടെ വിത്ത് കൊണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ ഒരുപാട് ട്രെയിൻ എടുത്ത് ഇതിനെ ചാക്കിട്ടൊക്കെ മൂടി വെച്ച് പരിപാലിച്ച് ദിവസവും കുരങ്ങ് വരുമ്പോൾ ഏതെങ്കിലും അത്യാവശ്യ യാത്രയുണ്ടെങ്കിൽ അതിനൊന്നും പോകാൻ നിന്ന് നോക്കി പരിപാലിച്ചെടുത്തതായതുകൊണ്ടാണ് ഇത്ര വലിയൊരു സന്തോഷമുള്ള ഓരോ വാഴയുടെ കൂമ്പ് വരുമ്പോഴും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്തരം വാഴ, ഇത് കപ്പ വാഴ എന്ന് പറയുന്ന വാഴയാണ് ഇത്. ഈ വാഴ അതിൻ്റെ കൊലച്ച് കഴിയുമ്പം കുരങ്ങ് ശല്യം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം മുമ്പേ ഇഷ്ടം പോലെ ഇവിടെ ഈ വാഴ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിത്തെടുത്ത് ഒരെണ്ണം വീണ്ടും ഞങ്ങൾ റെഡിയാക്കി എടുത്തതാണിത്, നട്ട് പരിപാലിച്ചെടുത്തതാണിത്. കാരണം ഇത് കുരങ്ങ് അങ്ങനെ അധികം പിടിക്കാറില്ല.
ഇതൊക്കെ രസകദളി എന്ന് പറയുന്നൊരു വാഴയാണ്. ഇത് കണ്ടോ, ഈ വാഴ കുലച്ച് നല്ലതായിട്ട് വാഴക്കൊലയെല്ലാം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ കൊലയ്ക്കാറായി വരുന്നുണ്ട്. ഈ ഭാഗത്തെ വാഴയൊക്കെ 2-3 പ്രാവശ്യം കുരങ്ങൻ അതിനെ വലിച്ച് ഈ വാഴയെ കുരങ്ങൻ എത്ര പ്രാവശ്യം വലിച്ചു കീർത്തുന്നതാണെന്ന് എനിക്ക് തന്നെ ഒരു കണക്കില്ല. എന്നാലും ഞാനത് പരിപാലിച്ചെടുത്ത് ഇത്രയും ആയിട്ടുണ്ട്.